ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഷാഹുൽ മലയിൽ എന്ന ചാനലിലൂടെ ഒരുപാട് മനോഹരമായ ചെറുകഥകൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട എഴുത്തുകാരിയാണ് നീലാംബരി. നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് മനോഹരമായ കഥകൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഷോർട്ട് സ്റ്റോറീസ് ആയിരുന്നു. ആദ്യമായിട്ട് നീലാംബരി എഴുതുന്ന ഒരു തുടർക്കഥയാണ് നീലാംബരി എന്ന കഥ. സത്യം പറഞ്ഞാൽ ഈ കഥ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ഇതിനകത്ത് ആക്ഷനുണ്ട്, റൊമാൻസുണ്ട്, കോമഡിയുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ ആർദ്രതയുണ്ട്. എല്ലാം കൂടി ഒത്തുചേർന്ന ഒരു പാക്കാണ്, ഫാമിലി പാക്കാണ് നീലാംബരി എന്ന് പറയുന്ന ഈ സ്റ്റോറി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് എഴുത്തുകാരി എഴുതിയിട്ടുള്ളത്. തുടക്കം മുതൽ ഒടുക്കം വരെ കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. കഥയിലേക്ക്. നീലാംബരി. രചന നീലാംബരി. അവൾ തന്നെ മുറി ലക്ഷ്യമാക്കി ഗോവണിപ്പടികൾ ഓടിക്കയറി. മുറിയിലേക്ക് എത്തിയത് എങ്ങി ഇരുട്ട് നിറഞ്ഞിരുന്നു. അവൾ ആ ഇരുട്ടിലേക്ക് ഉറ്റുനോക്കി. മുറിയുടെ വലതുവശത്തായിട്ടിരിക്കുന്ന സപ്രപഞ്ചക്കട്ടിൽ ആരോ ഇരിക്കുന്നുണ്ട്. കട്ടിലിനോട് ചേർന്നുള്ള ജനാല വഴി അരിച്ചിറങ്ങുന്ന നേരിയ വെളിച്ചത്തിൽ അവൾ കണ്ടു. ഇരുട്ടിനെ തരണം ചെയ്ത അവളുടെ കാഴ്ച ആ നേരിയ വെളിച്ചത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൾ മനസ്സിലാക്കി, അതെ, അത് തന്റെ പ്രിയപ്പെട്ടവനാണ്. ആ വെള്ളാരം കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം തന്നെ കൊല്ലാതെ കൊല്ലുന്നുണ്ട്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൻ മെല്ലെ അവൾക്കരികിലേക്ക് നടന്നു വന്നു. തന്നെ നോക്കി തന്റെ മുമ്പിൽ നിൽക്കുന്നവന്റെ കണ്ണുകളിലേക്ക് അവൾ ഉറ്റുനോക്കി. അരികിലേക്ക് അല്പം കൂടി ചേർന്ന് അവളുടെ ഇരുതോളിലും കൈകൾ ചേർത്ത് അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. പറ, നിനക്കെന്നെ ഇഷ്ടമല്ലേ? അവളുടെ മുഖം നാണത്താൽ ചുമന്ന് തുടുത്തു. ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവന്റെ മുഖം അവളുടെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി താഴേക്ക് വന്നു. കണ്ണുകൾ കൂമ്പിയടച്ച് തന്റെ പ്രിയപ്പെട്ടവന്റെ ചുംബനം ഏറ്റുവാങ്ങാൻ കൊതിക്കെ പെട്ടെന്ന് ആരോ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ച് പുറകിലേക്ക് വേഗത്തിൽ കൊണ്ടുപോയി. ആ വെള്ളാരം കണ്ണുകൾ തന്നിൽ നിന്ന് അകലുന്നു. ഗോവണിപ്പടികൾ മുകളിൽ നിന്ന് നിലത്തേക്ക് മലർന്നു വീഴുമ്പോൾ അവൾ കണ്ടു തന്നെ നേരെ ഒരു പകപ്പോടെ ഇരുകൈകളും നീട്ടുന്ന തന്റെ പ്രിയപ്പെട്ടവനെ. ആ വീഴ്ചയിൽ അവളുടെ തല ശക്തിയായി നിലത്തിടിച്ചതും ഒരേങ്ങലോട് അവൾ കട്ടിൽ നിന്നും ചാടി എണീറ്റു. ചുറ്റിലും ഇരുട്ട്. താനിതെവിടെയാണ്? ഒരു നിമിഷം പരിസരം മറന്നിരുന്നുകൊണ്ട് കിതച്ചു പോയവൾ ഇരുകാതുകളിലും കേൾക്കുന്ന മോളിനെ തരണം ചെയ്ത ആ ശബ്ദം അവൾ കേട്ടു. നില, നില, മോളെ നില, എന്താ പറ്റിയ മോളെ? തന്റെ വലത്തോളിൽ കൈവച്ച് കുലുക്കി വിളിക്കുന്നു തന്റെ അമ്മ ഭദ്ര. പെട്ടെന്ന് അവൾ ഒരു ദീർഘശ്വാസം എടുത്തു. ആ സമയം അവൾ സ്വഭാവത്തിലെത്തിയിരുന്നു. താൻ തൊട്ടു മുന്നേ കണ്ടതൊരു സ്വപ്നമാണ്, വല്ലാത്തൊരു സ്വപ്നം. ഒരു പകപ്പോടെ തന്നെ ഉറ്റുനോക്കുന്ന അമ്മയോടായി ചെറുപുൻചിരിയോട് അവൾ പറഞ്ഞു, ഒന്നുമില്ലമ്മ, ഒരു സ്വപ്നം കണ്ടതാ. എന്ത് സ്വപ്നാ മോളെ? അവർ ആശങ്കയോട് ചോദിച്ചു. അറിയില്ലമ്മ, ഓർക്കുന്നില്ല. അവൾ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു. കുറെ കാലമായി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്റെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ ഇക്കുറി അവൾ അമ്മയിൽ നിന്നും മറച്ചു വെച്ചു. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ലെന്ന് അവൾക്കറിയാം. ആദ്യമൊക്കെ അതിശയത്തോടെയെല്ലാം അമ്മയ്ക്ക് മുമ്പിൽ വിശദമായി പറയുമായിരുന്നു. നിർവികാരമായി എല്ലാം കേട്ടിരിക്കുമെന്നല്ലാതെ അമ്മയിൽ നിന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ കേട്ടിരുന്നില്ല. ഭദ്ര അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടിക്കൊണ്ട് പറഞ്ഞു, മോള് കുറച്ചുകൂടി ഉറങ്ങിക്കോ, നേരം പുലരാറാവുന്നേ ഉള്ളൂ. ജനൽപ്പടിയിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് അവൾ സമയം നോക്കി. ശരിയാണ്, 4:45 AM. അവളൊരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് ഉറക്കച്ചടവോടെ ഭദ്രയെ നോക്കി പറഞ്ഞു, അമ്മയെ എൻ്റെ ഒപ്പം കിടക്ക്, സമയം 4:45 ഉള്ളൂ. തോളിലേക്ക് തലയാഴ്ച കിടന്നുകൊണ്ട് പറയുന്ന തന്റെ മകളുടെ കവിളിലേക്ക് അയച്ചു ചേർത്തുകൊണ്ട് ഭദ്ര പറഞ്ഞു, വേണ്ട മോളെ, അമ്മ എഴുന്നേൽക്കട്ടെ, മോൾക്ക് ഇന്ന് പോവാനുള്ളതല്ലേ, ബാഗൊക്കെ പാക്ക് ചെയ്യണ്ടേ? അത് കേട്ടത് അവളൊന്ന് ചിണുങ്ങി. എന്തിനാ അമ്മ, അതിന് പാക്ക് ചെയ്യാൻ മാത്രം എന്താ ഇപ്പോൾ ഉള്ളത്? എൻ്റെ ഡ്രസ്സൊക്കെ ഹോസ്റ്റലിൽ തന്നെയല്ലേ. എൻ്റെ ഭദ്രക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ചിവിടെ കിടക്കും, പ്ലീസ് അമ്മ. അതും പറഞ്ഞ് ഭദ്രയുടെ തോളിലൂടെ അവളൊന്ന് ചുറ്റിപ്പിടിച്ചു. ആറു വാത്സല്യത്തോടെ അവളുടെ നെറുകിൽ ചുംബിച്ചു. അങ്ങനെയല്ല കുട്ടി, മോൾക്ക് കൊണ്ടുപോകാനായിട്ട് ഇന്നലെ തന്നെ തുളസി എന്തൊക്കെയോ കരുതുന്നുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ, പക്ഷെ തുളസി കേൾക്കണില്ല. അധികമൊന്നും ഉണ്ടാവില്ല, ഉണ്ണിയപ്പോ മുറുക്കോ അച്ചാറോ മറ്റോ ആണ്. എന്നാലും ഏട്ടൻ വരുന്നതിന് മുന്നേ അതെല്ലാം എടുത്ത് മോളുടെ ബാഗിൽ വെക്കണം. പറയുമ്പോൾ അവർ വല്ലാത്തൊരാധിയോടെ അവളുടെ മുഖത്ത് നോക്കി. അവളുടെ മുഖത്ത് നേരിയ സങ്കടം നീളിച്ചു. ഒന്നും വേണ്ടായിരുന്നല്ലോ അമ്മ, എന്തിനാ എനിക്ക് വേണ്ടി ഓരോന്ന് ചെയ്തിട്ട് നിങ്ങൾ രണ്ടാളും ചീത്തയേക്കുന്നു? അമ്മയ്ക്കറിയാലോ ഞാൻ ഇവിടുന്ന് എങ്ങനെയൊന്ന് രക്ഷപ്പെട്ടെന്ന്. അത് തന്നെ വലിയ കാര്യം. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വൈകി വന്ന ഈ സന്തോഷത്തിൻ്റെ നാളുകൾക്ക് ഇനി കുറച്ച് മാസങ്ങൾ കൂടി ആയുസുള്ളെന്ന് ഓർക്കുമ്പോഴാ. ഒന്ന് നിർത്തി അവൾ ഭദ്രയെ നോയിക്കൊണ്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞാൽ ഞാനും അമ്മയെ പോലെ ഈ തറവാടിൻ്റെ അകത്തളത്തിൽ ജീവിച്ചു തീർക്കണം, അല്ലേ അമ്മ? ശശിധര മാമയുടെ കാല് പിടിച്ചല്ലേ ഈ ജോലിക്ക് പോകാൻ തന്നെ അനുവാദം കിട്ടിയത്. കുട്ടിക്കാലം മുതൽ എന്നെ അവരൊക്കെ ഒത്തിരി പട്ടിണി കിട്ടിയിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി വാശി പിടിച്ച് സ്വയം ഞാൻ പട്ടിണി അടക്കുന്നത്. അതിനെത്രയാ തല്ലുകൊണ്ടത്. ചിലപ്പോൾ ചത്തുപോയാലെന്ന് കരുതിയാവും ജോലിക്ക് പോക്കണം സമ്മതിച്ച്. അതോ ഇനി മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവോ? മോളെ, ഒന്ന് മതിയാക്കു കുട്ടി, രാവിലെ തന്നെ. ഭദ്ര വിതുമ്പിക്കൊണ്ട് തുടർന്നു. ഇപ്പോൾ ഒന്നും ഓർക്കേണ്ട, സന്തോഷമായിട്ട് പോയിക്കോ. കുറച്ച് നാളെ കുറച്ചാൾ മോൾക്കെങ്കിലും ഈ നരകത്തിൽ നിന്നൊന്ന് മാറിയിരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ, അത് തന്നെയാ വലിയ കാര്യം. പറഞ്ഞുകൊണ്ട് ഭദ്ര അവളെ ചേർത്ത് പിടിച്ചു. ശരിയാണ്, തന്റെ മകൾ ചില്ലറയൊന്നുമല്ല ഈ തറവാട്ടിൽ നരകിച്ച്
ജനിച്ച അന്നു മുതൽ തുടങ്ങിയതാണ് പിഴച്ചുണ്ടായ സന്തതി എന്ന ചീത്ത പേരും പേറി കഴിയുന്നത്. തന്റെ ദുർവിധിനി തന്റെ മകളെയും വേട്ടയാടുമെന്ന് ഓർക്കുമ്പോൾ ആ അമ്മയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. താൻ ജന്മം കൊടുത്ത മകളെ ഇതിൽ നിന്നൊക്കെ രക്ഷിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥ ഓർത്ത് അവർ സ്വയം ശപിച്ചു. തലസ്ഥാനത്ത് പേരുകെട്ടൊരു മനയായിരുന്നു മേലാറ്റൂർ മന. ബ്രാഹ്മണയില്ലായതിനാൽ തന്നെ പണ്ടുകാലത്തൊക്കെ പഴമയുടെ പാരമ്പര്യം നിലനിർത്തിയിരുന്നവരായിരുന്നു തമ്പുരാക്കന്മാർ. പരമ്പരാഗതമായി കൈമാറി വന്ന ഭൂസ്വത്തിൽ സർപ്പക്കാവും കുളങ്ങളും പടുകൂറ്റൻ ഇല്ലവും കൂടാതെ വെച്ചാരാധനയും കൈമാറി വന്നിരുന്നു. പിതൃക്കളെ ഇല്ലത്തിനകത്ത് തന്നെ നിത്യേന വെച്ച് ആരാധിച്ചിരുന്നു അവിടുത്തെ കാരണവന്മാർ. ഇല്ലത്തിന്റെ ഐശ്വര്യവും സമ്പത്തുമെല്ലാം പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നുകൊണ്ടാണെന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു അവിടെയുള്ളവർ. കാലം മാറി വന്നപ്പോൾ നിലനിന്നിരുന്ന വിശ്വാസങ്ങളൊക്കെയും പതിയെ പതിയെ മാറിമറിഞ്ഞു. ഇളമുറക്കാരായ ചില തമ്പുരാക്കന്മാർ ഇല്ലത്ത് നിലനിന്നിരുന്ന അന്ധമായ വിശ്വാസങ്ങളിൽ മാറ്റം വരുത്തി. അതിന്റെ ഫലമെന്നോണം ഇല്ലത്ത് ചില ശല്യങ്ങളും ദുർമരണങ്ങളും ഏറി വന്നു. അത് അവരുടെ വിശ്വാസം. പിതൃശാപമെന്നോണം അവസാന കണിയായി ജനിച്ച കാഴ്ചയില്ലാത്ത സരോജിനി അന്തർജനത്തെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതിനാൽ പിൻതലമുറക്കാർ തറവാടിലെ കാര്യസ്ഥന്റെ മകനെ കൊണ്ട് വേളിയെഴുപ്പിച്ചു. അങ്ങനെ സരോജിനി അന്തർജനം ഭാർഗവൻ നായർക്ക് സ്വന്തമായി. ബ്രാഹ്മണയില്ലം നായർ തറവാടായി മാറി. സരോജിനിക്കും ഭാർഗവൻ നായർക്കും 2 മക്കളാണ്. മൂത്ത മകൻ ശശിധരൻ നായർ. പിന്നീടുണ്ടായ ഗർഭങ്ങളെല്ലാം അലസിപ്പോയതും സരോജിനി വ്രതം നോറ്റും തറവാട് സർപ്പക്കാവിൽ മുടങ്ങാതെ വിളക്ക് വെച്ച് നേർച്ചകൾ നേർന്നും 18 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി കൂടി ജനിച്ചു. അതിസുന്ദരിയായ ഭദ്ര. ഫോണിൽ അലാറം കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. വീണ്ടും താൻ ഉറങ്ങിപ്പോയോ? സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. അവൾ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. ഇരുകൈകളും പിണച്ച് മുകളിലേക്ക് ഉയർത്തി മൂരി നിവർന്നു. കട്ടിലിനരികെ ജനൽപ്പാളി തുറന്ന് അവൾ ശ്വാസം വലിച്ചെടുത്തു. മുല്ലപ്പൂവിന്റെ നനുത്ത സുഗന്ധം. വെളുപ്പിന് കണ്ട സ്വപ്നം പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വന്നു. അതെ, നല്ലപോലെ ഓർക്കുന്നു. വെള്ളാരം കണ്ടുള്ള ഒരാൾ തന്റെ മുറിയിൽ. അമ്മയുടെ ഈ മുറിയിലല്ല, തന്റെ മുറിയിൽ തന്നെയാണ്. സരോജിനി മുത്തശ്ശിക്ക് വയ്യ എന്ന് അമ്മ വിളിച്ചു പറയുമ്പോഴാണ് എറണാകുളത്തെ ജോലി ചെയ്യുന്ന താൻ 3 ദിവസം ലീവ് പറഞ്ഞ് ശനിയാഴ്ച തറവാട്ടിലെത്തിയത്. തറവാട്ടിൽ വരുമ്പോഴേക്ക് അമ്മയ്ക്കൊപ്പമാണ് താൻ കിടക്കാറ്. എല്ലാ ആഴ്ചയും വരാൻ കഴിയില്ല. സൺഡേ മാത്രമാണ് ആകെ അവധിയുള്ളത്. അല്ലെങ്കിലും തറവാട്ടിലേക്ക് വരാൻ തനിക്ക് താല്പര്യവുമില്ല. മാസത്തിലൊരിക്കൽ വരണമെന്ന് ശശിധരൻ മാമ കർശനമായി പറയാറുണ്ട്. ഇല്ലെങ്കിൽ അങ്ങ് ഓഫീസിൽ വരുമത്രേ. തന്നെ കാണാനുള്ള കൊതി കൊണ്ടൊന്നല്ല. ഈ കണ്ട സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശിയെ വെറുതെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ലല്ലോ. അഴിഞ്ഞുകിടന്ന മുടി വാരി മുകളിലേക്ക് ചുറ്റിവെച്ച് ജനൽപ്പാളിയിൽ ഫോണിനരികിലായിരുന്ന ക്ലിപ്പെടുത്ത് മുറിയിൽ കോർത്തുകൊണ്ട് കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ ഗോവണി ലക്ഷ്യമാക്കി നടന്നു അവൾ. ഒരു പച്ച പട്ടുപാവടയും അതേ നിറത്തിലുള്ള ഉടുപ്പുമാണ് വേഷം. ഇടനാഴിയിലൂടെ നടന്ന് ഗോവണിപ്പടികളിറങ്ങി താഴേക്ക് വന്നതും കണ്ടു. പൂമുഖത്ത് ചാരുകസേരയിലിരിക്കുന്ന മുത്തശ്ശൻ ഭാർഗവൻ നായരെയും തൊട്ടടുത്ത് തന്നെ നിലത്തായി കാലം നീട്ടിയിരിക്കുന്ന കാഴ്ചയില്ലാത്ത മുത്തശ്ശി സരോജിനിയെയും. അവൾ മെല്ലെ ഒരു കുസൃതിയോടെ നിലത്തായി മുട്ടുത്തിരുന്നുകൊണ്ട് മുത്തശ്ശിയെ പുറകിലൂടെ കെട്ടിപ്പുണർന്നു. ശേഷം കാതിൽ രഹസ്യമായി വിളിച്ചു, മൈ ഡിയർ സരോജിനി അന്തർജനം. അവരൊന്ന് ചിരിച്ചു. ആഹാ, മുത്തശ്ശിയുടെ നീലാംബരിക്കുട്ടി എഴുന്നേറ്റോ? നീലാംബരി ഒന്ന് ചിണുങ്ങി. എന്റെ മുത്തശ്ശി ഇങ്ങനെ വലിച്ചു കിട്ടാതെ അമ്മ വിളിക്കണ പോലെ നിലാന്നൊന്ന് വിളിക്കരുതോ? നീലാംബരി മുത്തശ്ശിയുടെ കവിളിൽ കവിൾ ചേർത്ത് ഉരുമ്മിക്കൊണ്ട് പതിയെ പറഞ്ഞു. അത് നല്ല കഥ. നീലാന്ന് എപ്പോഴും വിളിക്കണ നിന്റെ അമ്മ തന്നെയാ നിനക്ക് നീലാംബരി എന്ന് പേരിട്ടത്. അറിയില്ലേ കുട്ടിക്ക്? മുത്തശ്ശിയും വിട്ടുകൊടുത്തില്ല. അത് കേട്ട് മുത്തശ്ശിനൊന്ന് ചിരിച്ചു. അപ്പോഴാണ് പടിപ്പുരക്ക് പുറത്ത് ഒരു ഓട്ടോ വന്ന് നിന്ന്. അതിൽ നിന്ന് 2 പേർ പുറത്തേക്ക് ഇറങ്ങി. നീലാംബരിക്ക് നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നുന്ന പോലെ തോന്നി. ആരാ മോളെ അത്? കണ്ണു കാണാത്ത സരോജിനി ചോദിച്ചു. അത് ശശിധരമാമയും കൽപ്പനമ്മയാണ് മുത്തശ്ശി. വാക്കുകളിൽ അസംതൃപ്തി നിറച്ച് അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് ഓടി. ഓടുന്നതിനിടയിൽ അവൾ ഭദ്രയുമായി കൂട്ടിയിടിച്ചു. എന്താ മോളെ, എന്തിനെങ്ങനെ ഓടിക്കരച്ച് വരുന്നത്? തെല്ലൊരമ്പരപ്പിൽ ഭദ്ര ചോദിക്കുമ്പോൾ നീലാംബരി ഭദ്രയോടായി പറഞ്ഞു, എന്നെ മേലോട്ട് കെട്ടിയെടുക്കാൻ 2 ഐറ്റംസ് വരുന്നുണ്ട്. ആരാന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ? അത് കേട്ടതും ഭദ്രയുടെ മുഖവും വല്ലാതെയായി. ആ ഒരു വേഗത്തിൽ ഗോവണി കയറി മുകളിലെ നീലാംബരിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയിലെത്തിയതും അലമാര തുറന്നൊരു ജോഡി ചുരിദാർ പുറത്തെടുത്തു ഭദ്ര. അതുമായി തിടുക്കപ്പെട്ട് താഴേക്ക് ഗോവണിപ്പടികൾ ഇറങ്ങുമ്പോൾ കണ്ടു കൽപ്പന മുന്നിൽ നിൽക്കുന്നു. എന്താണ് ഭദ്രേ, നിന്റെ പഴയ ഇളക്കൊന്നും ഇപ്പോഴും മാറിയില്ലേ? കുതിച്ചയാടുത്തുള്ളി നീ ഇതെങ്ങോട്ടാ? പണ്ട് ഇതുപോലെ ചാടിയതിൻ്റെയാ ഇപ്പൊ തന്തയില്ലാത്തവരെണ്ണം നിന്റെ മുന്നിൽ വളരുന്നു. കൽപ്പന ഭദ്രയെ പരിഹസിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് നടന്നു. നിത്യേനെ കേൾക്കുന്ന തന്നെയാണ്. എന്നാലും ഭദ്രയുടെ കണ്ണുകൾ ഏതോ ഓർമ്മയിൽ നിറഞ്ഞു. ഉടുത്തിരുന്ന നേരിയതിന്റെ തുമ്പുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ച് അവരും അടുക്കളയിലേക്ക് തന്നെ നടന്നു. കൽപ്പന അടുക്കളയിലെത്തിയതും കണ്ടു വാലിക്കാരി തുളസിയോട് വർത്തമാനം പറയുന്ന നീലാംബരിയെ. അവരവളെ അടിമുടിയൊന്ന് നോക്കി. നീലാംബരി എന്നും തനിക്കൊരു അത്ഭുതമാണെന്ന് കൽപ്പന ഓർത്തു. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ തന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. തുളസി ഒഴിച്ചു കൊടുത്ത കാശെന്ന കൈക്കൊമ്പിൽ നീട്ടി വാങ്ങി തലയിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുകയാണ് നീലാംബരി. അവളിലേക്ക് വെറുപ്പും അതിലുപരി അസൂയയും അതിശയവും കൂടിക്കലർന്ന് നോട്ടമെറിഞ്ഞു കൽപ്പന. അവളുടെ അരക്കെട്ടിൽ തട്ടി നിൽക്കുന്ന ഇടതൂർന്ന കോലൻമുടി കിഴക്കുന്ന് വരുന്ന സൂര്യപ്രകാശത്തിൽ സ്വർണം പോലെ തിളങ്ങി. കറുപ്പ് കലർന്ന ചെമ്പൻ നിറമാണ് അവളുടെ മുടിക്ക്. വില്ലുപോലെ വളഞ്ഞ കട്ടിയുള്ള പുരികങ്ങൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. വിടർന്ന നീണ്ട കണ്ണുകൾ, അതിൽ ഇളം കാപ്പി കളർ കൃഷ്ണമണികൾ, നീണ്ട മൂക്കും അതിൽ നീലക്കൽ മൂക്കുത്തിയും.
ചുവന്നു തുടുത്ത് ചോരപൊടിയും കണക്കിയ ചുണ്ടുകൾ, കീഴ്ചുണ്ടിന് താഴെയായി വലതുവശത്ത് ഒരു കറുത്ത മറുകും, വെണ്ണയുടെ നിറവും ഉയരവുമുള്ള അധികം വണ്ണമില്ലാത്ത വടിവത്ത ശരീരവും. ചെറുപ്പത്തിൽ ഭദ്രക്ക് പോലും ഇത്രയും ഭംഗിയില്ലായിരുന്നു എന്ന് കൽപ്പന മനസ്സിലോർത്തുപോയി. കൽപ്പനയെ കണ്ടിട്ടും കാണാത്ത പോലെ നീലാംബരി തുളസിയോട് സംസാരിച്ചുകൊണ്ട് തന്നെ നിന്നു. ഭാർഗവൻ നായരുടെ മുൻപിൻ തലമുറക്കാരാണ് ഇല്ലത്ത് പണ്ട് മുതൽക്കേ കാര്യസ്ഥസ്ഥാനം വഹിച്ചിരുന്നത്. ഭാർഗവൻ നായർ ഗൃഹനാഥനായപ്പോൾ അകന്ന ബന്ധത്തിൽപ്പെട്ട രണ്ടുപേരെ വർഷങ്ങൾക്കിപ്പുറം തറവാട്ടിലേക്ക് കൂടെ കൂട്ടി. രാമാനുജനും തുളസിയും. കാര്യസ്ഥൻ എന്ന പദവിയുടെ അവസാന കണ്ണിയും ഈ രാമാനുജൻ തന്നെയായിരുന്നു, നീലാംബരിയുടെ അച്ഛൻ. 38-ാം വയസ്സിൽ രാമാനുജൻ പാമ്പുടിയേറ്റ് തറവാട്ട് കുളപ്പടവിൽ മരിച്ചു കിടക്കുമ്പോൾ 18-ാം വയസ്സിൽ അവിവാഹിതയായ ഭദ്ര ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി, നീലാംബരി. അന്നു മുതൽ കേൾക്കുന്നതാണ് അച്ഛനെ കൊന്നവൾ, പിഴച്ചുണ്ടായവൾ. നീലാംബരിക്ക് ഇപ്പോൾ 22 വയസ്സ് പ്രായം. തുളസി ഒരു വാലിക്കാരിയായി ഭദ്രയോ നീലാംബരിയോ കരുതിയിട്ടില്ല. തുളസിക്ക് ഭദ്രയേക്കാൾ ഒരുപാട് വയസ്സ് മൂപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അനുജത്തിയെ പോലെയാണ് അവർ ഭദ്രയെ കാണുന്നത്, നീലാംബരിയെ മകളെപ്പോലെയും. നീലാംബരി കുഞ്ഞുനാൾ മുതൽക്കേ തുളസിയെ പേര് ചൊല്ലിയാണ് വിളിക്കാറ്. അതാണ് തുളസിക്ക് ഇഷ്ടവും. 17-ാം വയസ്സിൽ തന്റെ പെങ്ങൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ശശിധരനും ഭാര്യ കൽപ്പനക്കും ഒരു മകനുണ്ടായിരുന്നു, മുകുന്ദൻ. നീലാംബരിയുടെ ഒരേ ഒരു മുറച്ചെറുക്കൻ. 6 വയസ്സുകാരൻ മുകുന്ദൻ പിന്നീട് അങ്ങോട്ട് കേട്ടുവന്നു നീലാംബരി മുകുന്ദന്റേതാണെന്ന്. അവനോടൊപ്പം നീലാംബരി എന്ന സ്വപ്നവും വളർന്നു പന്തലിച്ചു. ഫോൺ റിങ്ങിന്നായിട്ടാണ് അവൻ തന്റെ ഐഫോണിലേക്കൊന്ന് നോക്കിയത്. ഏയ് കിരൺ, പിക്കപ്പ് ദി ഫോൺ, പുട്ട് ഇറ്റ് ഓൺ സ്പീക്കർ. കോ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന കിരണിനോടായി അവൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഉറുമ്പിക്കര ഹിൽസിൽ കാടിന് നടുവിൽ കൂടിയുള്ള വലിയ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ തന്റെ മേഴ്സിഡസ് ബെൻസ് ജി ക്ലാസ് പായിക്കുന്നിടയിൽ അവൻ കിരണിനെ നോക്കി. താൻ പറഞ്ഞവൻ കേട്ടിട്ടില്ല. അവന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നതേ ഉള്ളൂ. ആത്മാവ് പരലോകത്തെത്തി കഴിഞ്ഞു. ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ഇടത് കൈ നീട്ടി കരണിന്റെ ചെകിട് നോക്കി അവനൊരു കൊട്ടുകൊടുത്തു. സ്വഭാവത്തിലെത്തിയ പോലെ തലയൊന്ന് കുടഞ്ഞ് കിരൺ അവനെ നോക്കി അന്തം വിട്ടുകൊണ്ട് പറഞ്ഞു, എടാ ചെകുത്താനെ, ട്രാക്കുളക്കുണ്ടായവനെ, എന്നെ ഒന്ന് വീട്ടിലെത്തിക്കടാ. അയ്യോ, ഞാനിപ്പൊ നിര്യാതനാകുമേ. കിരണിന്റെ ഉച്ചത്തിലുള്ള നിലവിളി അവനിൽ ഒരു ചെറുപുഞ്ചിരി വിടർത്തി. എങ്കിലും ഗൗരവം വിട്ട് ചെക്കന് വേറെ കളിയില്ല. തന്തയ്ക്ക് വിളിക്കുന്നോടാ നാറി, ഞാൻ ഫോണിൽ എടുക്ക്. അവനൽപ്പം കടുപ്പിച്ചെന്നെ പറഞ്ഞു, നീ ആദ്യം നിന്റെ ഈ പറക്കുന്ന രഥം ഒന്ന് സൈഡാക്ക്, എന്നിട്ട് ആലോചിക്കാം ഫോൺ ഇടണോ വേണ്ടോ എന്ന്. കിരൺ അവനെ തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ പല്ലുകടിച്ചു. നീ പറയുമ്പോ വണ്ടി എടുത്താൽ നിന്റെ അപ്പം പണിന്ന് റോഡല്ലേ ഇത്? പാറപ്പുറത്ത് എവിടെയാടാ കോപ്പെ സൈഡ്? അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ വണ്ടി നിർത്തി കൊടുത്തു. ഉടൻ തന്നെ കിരൺ ഫോൺ എടുത്ത് അവന് നേരെ നീട്ടി. കോ ഡ്രൈവർ സീറ്റ് ഡോർ തുറന്ന് പുറത്തിയാടി വാള് വെക്കാൻ തുടങ്ങി. ഫോൺ വീണ്ടും റിങ് ചെയ്തു. കിരണിനെ നോക്കി കേഴിച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുള്ള ചിരിയോട് ഇരു സൈഡിലേക്കും തലയും നാട്ടിക്കൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. യെസ് ശ്രീ, ഉണ്ണിക്കുട്ട. മറുതലക്കൽ സൗമ്യമായൊരു വിളി. അത് കേട്ടത് അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ആ വെള്ളാരം കണ്ണുകളൊന്ന് തിളങ്ങി. എവിടെയാ എൻ്റെ ഉണ്ണിക്കുട്ടൻ? ഓഫ് റോഡാ. സീറ്റിലേക്ക് അല്പം ചാരി വലത് കൈ പിൻകഴുത്തിലൂടെ തടവി അവൻ പറഞ്ഞു. ഓ, തോന്നി. നിന്നെ കാരണം എന്നും പേടിച്ച് മരിച്ച് ജീവിക്കാൻ എൻ്റെ വിധി. നിന്റെ തോന്നിയാസ് അല്പം കൂടുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ അഡ്വഞ്ചർ ട്രിപ്പ് കളിച്ച് നടന്നോ നീ? 10-30 വയസ്സാവാറായി. ആ, എന്തായാലും എല്ലാം ഇന്നത്തോടെ അവസാനിക്കല്ലോ. നാളെ മുതലുള്ള കാര്യങ്ങൾ അറിയാലോ നിനക്ക്. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ പറയുമ്പോഴും സ്ത്രീയുടെ ശബ്ദത്തിൽ ഒട്ടും ദേഷ്യം കലർന്നിരുന്നില്ല. എങ്കിലും അവൻ അല്പം ഗൗരവത്തിലാണ് തിരിച്ച് മറുപടി പറഞ്ഞ്. നാളെ മുതലുള്ള കാര്യങ്ങൾ മറക്കാം. എൻ്റെ പേര് കിരൺനാഥ് മേനോൻ എന്നല്ല. ഐ ആം ദ വൺ ആൻഡ് ഓൺലി ജയ് ശിവനാഥ് മേനോൻ. ആൻഡ് വൺ മോർ തിങ്, ഐ ആം ഓൺലി 29 years old. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വെൻ യു സേ ഇറ്റ് അഗൈൻ. ഒന്ന് പോടാ അവൻ്റെ ഒരു ഐ ആം യുവർ മാം. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വെൻ യു ടോക്ക് ടു മീ. ഒട്ടും വിട്ടുകൊടുക്കാതെ സ്ത്രീ ഒരു കുറുമ്പോട് അത് പറയുമ്പോൾ അവൻ അറിയാതെ ഒന്ന് ചിരിച്ചുപോയി. പെട്ടെന്നൊരു കൈ അവന് നേരെ നീണ്ടുവന്നു. ഫോണിൽ കൂടി കേൾക്കുന്ന ആദ്യാരോധനം ശ്രീയൊന്ന് ശ്രദ്ധിച്ചു. ആരാടാ അത്? വെള്ളം കിട്ടാണ്ട് ചാവറായ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ശ്രീ തമാശ പോലെയാണത് ചോദിച്ചത്, അല്ലാതെ അത് ആരാന്ന് അറിയാനിട്ടൊന്നുമില്ല. ഇറ്റ്സ് കിരൺ മാമ. അവൻ കിരണിനെ നോക്കിക്കൊണ്ടാണ് ശ്രീയോട് മറുപടി പറഞ്ഞത്. ജാൻ, വെള്ളം തട പട്ടി. അപ്പോഴും കിരൺ അലറിക്കൊണ്ടിരുന്നു. ഓക്കെ മാം, ഞാൻ പിന്നെ വിളിക്കാം. ലവ് യു ശ്രീ, ബൈ. ഫോൺ കട്ട് ചെയ്ത് അവൻ കിരണിനെ ഒന്ന് തുറിച്ചു നോക്കി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ഏയ് കിരൺ, ഇനി മേൽ എൻ്റെ വണ്ടിയിൽ നിന്നെ കണ്ടുപോരുത്. ഇത് എന്നോടൊപ്പം നിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ യാത്രയാ, മൈൻഡ് ഇറ്റ്. അയ്യടാ മോനെ, അതിന് നിന്റെ കൂടെ ഇനി ആര് വരുന്നു? ഇന്നലെ രാത്രി വിശക്കുന്ന ഏതെങ്കിലും തട്ടുകടയിൽ പോയി നല്ല ചൂട് പൊറോട്ടയും ബീഫും കഴിക്കടാന്ന് പറഞ്ഞപ്പോ നീ എന്താ പറഞ്ഞ്? ഗെറ്റ് ഇൻ ടു ദി കാർ എന്ന്. അത് പറയുമ്പോൾ കിരൺ ജാന്റെ ഗൗരവമേറിയ ശബ്ദം ഒന്ന് അനുകരിച്ച് കാട്ടി. കിരൺ തുടർന്നു. എന്നിട്ട് ഈ പാവം ഞാൻ അറിയാതെ വണ്ടി കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. ആ സമയം കൊണ്ട് നീ എന്നെ തട്ടിക്കൊണ്ടുവന്ന് പരലോകത്തെത്തിക്കാൻ എളുപ്പവഴി നോക്കില്ലടാ ദുഷ്ട. നിന്ന് ചനക്കാതെ വണ്ടി കയറടാ. പോത്തുപോലെ വണ്ടി കിടന്നു തുടങ്ങിയിട്ട് ഇപ്പൊ പ്രസംഗിക്കുന്നു, യൂസ്ലെസ്. അത് കേട്ടതും കിരൺ കാറിൽ ചാടി കയറി ഡോറടിച്ച് ജാനോടായി പറഞ്ഞു. എന്റെ പൊന്നു മോനെ ജാൻ, എനിക്കെന്റെ ജീവനിൽ കൊതിയുണ്ട്. എന്തിന്? ഞാൻ ഇപ്പോഴും ഒരു കന്യകനാടാ. കാര്യം നീയും ഞാനൊക്കെ ഒരേ പ്രായമൊക്കെ തന്നെയാ. നിന്നേക്കാളും സൗന്ദര്യവും വിദ്യാഭ്യാസം എനിക്കുണ്ട്. അത് കേട്ട് ജാൻ അവനെ ഒന്ന് തുറിച്ചു നോക്കി.
ഓക്കെ ഒരു പൊട്ടിക്ക് കുറവ്. എന്നിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ തെറ്റല്ലേ സഹോ? സ്റ്റോപ്പ് ഇറ്റ് കിരൺ, വി ഹാവ് ടു ലീവ്. നമുക്ക് ഇന്ന് തന്നെ എറണാകുളത്ത് ഓഫീസിലെത്തണം. നാളെ ഈവനിങ് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനുണ്ട്. സോ ഐ ഡോണ്ട് ഹാവ് ടൈം ടു ലിസൺ യുവർ ബുൾഷിറ്റ്. ഐ ഹാവ് ടു ലോട്ട് ഓഫ് തിങ്സ് ടു പ്ലാൻ റൈറ്റ് അവേ. ജാനത് പറയുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ. പലതരത്തിലുള്ള ഭ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്ലാൻ ചെയ്യാൻ ഓഫ് റോഡ് കയറുന്ന ഭ്രാന്തിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. കിരൺ അല്പം ഒന്ന് പരിഹസിച്ചുകൊണ്ട് പിറുവിരുത്തവും ജാൻ അവനെ ഒന്ന് ഇരുത്തി നോക്കി. പെട്ടെന്ന് അവന്റെ ചുണ്ടുകളിൽ മുട്ടിട്ടു ആരെയും മയക്കുന്ന ചെറുവൻ ചിരി. കിരൺ, എന്നാ നീ കണ്ണു തുറന്ന് കണ്ടോ? നിന്റെ മുന്നിലിരിക്കുന്നത് ജയ് ശിവനാഥ മേനോൻ എന്ന ജാനാണ്. ഞാൻ ഇങ്ങനെയാണ്. ഭദ്ര കൊടുത്ത ചുരിദാർ കൈത്തണ്ടയിലിട്ടുകൊണ്ട് മുറ്റത്തുകൂടി കുളിമുറി ലക്ഷ്യമാക്കി നടന്നു നീലാംബരി. തറവാടിന്റെ വടക്ക് വശത്തായി പടർന്നു വന്തലിച്ച് നിൽക്കുന്ന കുടമുല്ല ചെടി. അത് കാണെ പെണ്ണ് പിടിച്ചു കെട്ടിയ പോലെ അവിടെ നിന്നു. മുല്ലയുടെ ശാഖകൾ തന്റെ ബെഡ്റൂമിന്റെ ജനൽ തട്ടി പിന്നെയും മുകളിലേക്ക് പടർന്നു പോയിരിക്കുന്നു. തന്റെ കട്ടിലിന്റെ സൈഡിലുള്ള ആ ജനാല തുറന്നിടുമ്പോഴൊക്കെ കുടമുല്ല ചെടിയുടെ വള്ളിപ്പടർപ്പിൽ തട്ടി ജനൽപ്പാടുകൾ തിരിച്ചു വരാറുണ്ട്. ശക്തിയായി തള്ളി തുറക്കാൻ ശ്രമിക്കുമ്പോൾ നിറച്ചു പൂക്കളുള്ള ഒരു ശിഖിരം വലിയ അഴികളുള്ള ജനലിലൂടെ മുറിയിലേക്ക് അടിച്ചു കയറും. അതിന്റെ ശക്തി എന്നോണം ഒരു പിടി മുല്ലപ്പൂക്കൾ തന്റെ കട്ടിലേക്ക് വീഴാറുണ്ട്. ഒരു തരം മത്ത് പിടിപ്പിക്കുന്ന മുല്ലപ്പൂ വാസന അറിഞ്ഞതും അവൾക്ക് ദേഹമാകെ ഒന്ന് കുളിരുകോരി. മുല്ലച്ചെടി അത്രയും പടർന്നു പന്തലിക്കാൻ കാരണം അതിനെ പടർത്തി കയറ്റിയ മറ്റൊരു ചെടിയാണ്. ചുറ്റുമിണഞ്ഞും പരസ്പരം കെട്ടിപ്പുണർന്നും വെളുത്ത മുല്ലപ്പൂക്കൾക്കിടയിൽ നീലരത്നങ്ങൾ പതിപ്പിച്ച പോലെ. അതെ, നീലാംബരി ചെടി മുല്ലയ്ക്കൊപ്പം അങ്ങനെ പൂത്തുമറിഞ്ഞ് കിടക്കുന്നുണ്ട്. തന്റെ അറിവച്ച കാലം മുതൽ കാണുന്നതാണ് ഈ കാഴ്ച. ഒരത്ഭുതം പോലെ. ഈ ചെടികൾ ഈ തറവാട്ടിൽ ഒരിക്കലും പുഷ്പിക്കാതിരുന്നിട്ടില്ല. നിറഞ്ഞ പരിമളം പരത്തി പൂത്തെളിഞ്ഞ് നിൽക്കുന്ന മുല്ലപ്പൂവും നീലാംബരി പൂവും സ്വയം മതിമറന്ന് നിന്നുപോയി. നീലാംബരി എന്ന സർപ്പസുന്ദരി. ആര് സ്വപ്നം കണ്ടിക്കുവാടി? ആളുടെ തൊട്ടുപുറകിൽ കേട്ട പരുക്കൻ ശബ്ദം, ഒപ്പം മടുപ്പിക്കുന്ന സിഗരറ്റിന്റെ മണവും. തന്നെ തൊട്ടിൽ എന്ന മട്ടിൽ നിൽക്കുന്ന ആരാണെന്ന് തിരിച്ചറിയാൻ അവൾക്ക് അത്ര തന്നെ മതിയായിരുന്നു. മുകുന്ദൻ. അവളുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ തുളഞ്ഞു കയറി. പെട്ടെന്ന് അവൾ തിരിഞ്ഞ് കുറച്ച് പുറകിലേക്ക് മാറി. തന്റെ മനസ്സിലുണ്ടായ വിറയിൽ മറച്ചു പിടിച്ച് അല്പം ഗൗരവഭാവത്തിൽ അവനെ നോക്കി കുളിമുറി ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു അവൾ. അവനവളുടെ പിന്നഴകി നോക്കി മതിമറന്നങ്ങനെ നിന്നു. നടക്കുമ്പോൾ ആടിയുളിയുന്ന തിങ്ങിഞ്ഞെരുങ്ങിയ കോലൻ മുടി മുകുന്ദന്റെ കണ്ണുകൾക്ക് ഒരു വേള നിയന്ത്രണമില്ലാതെയായി. ഒപ്പം മനസ്സിനും അവന്റെ ശരീരത്തിനും. കുളിമുറിയിലേക്ക് കയറി വാതിലടക്കുന്നവളെ കണ്ടതും അവൾക്കൊപ്പം എത്താൻ അവന്റെ മനസ്സ് മുന്നോട്ട് കുതിച്ചു. മോനെ മുകുന്ദ. പുറകിൽ തന്നെ അച്ഛന്റെ സ്വരം കേട്ടിട്ടാണ് മുകുന്ദൻ മുന്നോട്ട് വെച്ച കാല് പുറകിലേക്ക് വെച്ച് തിരിഞ്ഞു നോക്കിയത്. എന്താടാ ആ പോയ മുതലിനെ നോക്കി നിൽക്കുമായിരുന്നോ നീ? എന്തൊക്കെ പറഞ്ഞാലും അവള് നിനക്കൊരു ഡെപ്പോസിറ്റ് തന്നെയാടാ. പക്ഷെ അത് ഫിക്സഡ് അല്ല, ഓർമ്മയിലിരിക്കട്ടെ. ശശിധരൻ നായുടെ മുഖത്ത് ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു. അച്ഛാ, നിങ്ങൾ ഒറ്റൊരുത്തം കാരണം ഇവളിങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നത്. ഇല്ലെങ്കിൽ ഇവളെ എന്നേ എൻ്റെ ആയേനെ. നിങ്ങളുടെ കൊടുക്കത്തെ അന്ധവിശ്വാസം. അവൾക്ക് 18 കഴിഞ്ഞാൽ പിന്നെ 23 തേങ്ങണ പോലും വിവാഹത്തിന്. ഇല്ലായിരുന്നെങ്കിൽ ഇവളിപ്പോ എൻ്റെ മറ്റെന്തോ പറയാമെന്ന് പാതിയുള്ളിൽ വെച്ച് മുകുന്ദനൊന്ന് വിഴുങ്ങി. നീലാംബരി പോയ വഴി നോക്കി മേൽച്ചുണ്ടും മീശയും ചേർത്ത് കടിച്ച് ഉടുത്തിരുന്ന മുണ്ട് ഒരിക്കൽ കൂടി അഴിച്ച് മടക്കി കുത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. നീ ഒരു പൊടിക്ക് അടങ്ങ് മുകുന്ദ. നിനക്കറിയാത്തതൊന്നുമല്ലല്ലോ ഈ തറവാട്ടിൽ സംഭവിച്ചോക്കെ. ഓർക്കുമ്പോ തന്നെ എൻ്റെ ശരീരവും മനസ്സും വിറക്കുക. നീ അന്ന് ചെറിയ കുട്ടിയാ, അതൊന്നും നിന്റെ ഓർമ്മയിലുണ്ടാവില്ല. പക്ഷേ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഒരന്തി തറവാട്ടി കിടന്നുറങ്ങാൻ എൻ്റെ ഭയം അതെന്നെ അനുവദിക്കില്ല. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകളിൽ ഭയം നിഴലിച്ചിരുന്നു. ഇവൾക്ക് 18 കഴിയുമ്പോൾ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഭദ്രയുടെ പേരുള്ള ഈ തറവാടും പറമ്പും സ്വന്താക്കാനുള്ള എൻ്റെ മോഹം ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ഈ പോയ പിഴച്ചവള് ജനിച്ച അന്ന് തുടങ്ങിയതാ. ഭദ്രക്ക് പിന്നെ ഒരു സംബന്ധം ഉണ്ടായി കൊടുക്കാത്ത അതുകൊണ്ട് തന്നെയാ. പിഴച്ചുണ്ടായതുകൊണ്ട് ഇവളുടെ ജാതകമൊക്കെ ആര് നോക്കി. പക്ഷേ നിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ ഈ അച്ഛന് വയ്യ. അതുകൊണ്ടാ ഇവൾക്ക് 18 കഴിഞ്ഞപ്പോൾ തന്നെ ജാതകം നോക്കിയത്. 19 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 23 തികയണത്രേ വിവാഹത്തിന്. ഭർത്താവ് ആഴില്ല, കെട്ടുന്നവൻ ചാവും. ഭദ്രക്ക് ഇതുപോലെ വല്ലാത്തൊരു ജാതകമായിരുന്നല്ലോ. 18 വയസ്സിൽ കെട്ടിക്കാനിരുന്നപ്പോഴല്ലേ 17-ാം വയസ്സിൽ രാമാനുജന്റെ ചോരയവൾ വയറ്റിലുണ്ടാക്കിയത്. അത് പറയുമ്പോൾ അയാളൊന്ന് പല്ലിറുമി. എന്തൊക്കെ പറഞ്ഞാലും ഭദ്രമ്മയെ പോലെ സുന്ദരിയായ ഒരു സ്ത്രീ ആ ചെറിയ പ്രായത്തില് അവരെക്കാൾ ഒരുപാട് വയസ്സ് മൂപ്പുള്ള കാര്യസ്ഥനെ റൂമിൽ കയറ്റിയത് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. മുകുന്ദൻ അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് നിറഞ്ഞെന്ന ആശ്ചര്യം ഒരു പകപ്പോടെ ശശിധരൻ നോക്കി കണ്ടു. അത് മറച്ചു വെച്ച അയാൾ മുകുന്ദന് നേരെ കയർത്തുകൊണ്ട് പറഞ്ഞു, മതി നിർത്ത്. അടുത്ത കൊല്ലം നിന്റെ നീലാംബരിയുടെയും കെട്ടുകഴിഞ്ഞ് ഈ തറവാട് പൊളിച്ചു വയ്ക്കാനുള്ള തരാൻ അന്വേഷിക്കുന്നേ. ഇപ്പോഴേ എല്ലാം ചെയ്തു വെക്കണം, എന്നാലേ കാര്യങ്ങളൊക്കെ എളുപ്പമാവൂ.
എന്നിട്ട് വേണം എനിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയാൻ. ഭാര്യ വീട്ടിൽ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിനക്ക് അറിയില്ല മുകുന്ദ. കൽപ്പന അവിടെ വീട്ടിൽ നിന്നും കിട്ടാനുള്ളത് നോക്കിയിരിക്കുക. അവളുടെ ആങ്ങളയുടെ മോളെ നിന്നെ കൊണ്ട് കെട്ടിച്ച അവൾക്കും കിട്ടും അവിടുത്തെ സ്വത്ത്. നിന്റെ ഒരു യോഗം. ഒരു പിടിക്ക് 2 പക്ഷി. ആദ്യം ഏതൊന്ന് നീ തീരുമാനിച്ചോ? എല്ലാം എൻ്റെ ഈ കൈവെള്ളയിൽ വന്ന് ചേരും. എന്നിട്ട് വേണം കുറേ എണ്ണത്തിന് എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കാൻ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.